ശ്രീ അരുൺ തിരുമേനിയുടെ വാമഭാഗം അമ്പിളിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ നേരത്തെയും ഞാൻ പറഞ്ഞു പ്രേക്ഷകരോട്, ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മേൽശാന്തിയുടെ വീട്ടിലേക്ക്, ശബരിമല മേൽശാന്തിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. എങ്ങനെയായിരിക്കും കുടുംബം എന്നുള്ള ഒരു ചങ്കെടുപ്പ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോഴേ വളരെ ഹൃദ്യമായ സ്വീകരണം. ഭക്ഷണം കഴിച്ചോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി നമുക്ക് ഇടപഴകാൻ പറ്റിയ സാധാരണക്കാരായ മനുഷ്യരാണെന്ന്. ആ കണക്കൂട്ടലുകളൊന്നും തെറ്റിയില്ല. അമ്പിളി നമസ്തേ. വലിയൊരു നിയോഗമാണ് അദ്ദേഹത്തിന്, ഒരു വലിയ നിയോഗം വന്നപ്പോൾ അതുപോലൊരു നിയോഗമാണ് അമ്പിളിക്കുള്ളത്. കാരണം ശബരിമല മേൽശാന്തി, ഏത് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിമാർ എന്ന് പറയുമ്പോൾ അവർ പുറപ്പെടാശാന്തി ആണെങ്കിൽ പ്രത്യേകിച്ചും ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അവിടെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ചര്യയാണ്. അപ്പോൾ അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ കൊടുത്ത സമയം മുതൽ തന്നെ വ്രതത്തിലാണ്. ആ ഒരു വലിയ ഒരു കടമ നിർവഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ജീവിതത്തിലെ അത്തരം സമ്മർദ്ദങ്ങളൊന്നും അനുഭവിക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ ഫേസ് ചെയ്യാൻ അമ്പിളി എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് സാധിക്കുന്നത്? അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണത്. നമ്മൾ ഇപ്പം 6 വർഷം കൊണ്ട് അവിടത്തേക്ക് അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പം 6ാമത്തെ തവണയാണ് കിട്ടുന്നത്. ഈ 6 വർഷവും നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത്, അപേക്ഷ കൊടുക്കുമ്പം മുതൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചാണ് പോകുന്നത്. നമുക്കും അങ്ങനെ മനസ്സിലേക്ക് നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു മനസാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനൊരു നിയോഗത്തിലൊന്നും പോയില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എത്രമാത്രം കാര്യങ്ങളെ ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? നമ്മൾ ഇവിടെ വന്ന സമയത്ത് അങ്ങനെ ഒരു അമ്പലത്തിലെ ഒരു ശാന്തിക്കാരൻ എന്ന നിലയിലാണ്. പിന്നെ നമ്മൾ വേളി കഴിഞ്ഞ് നമ്മൾ ഭർത്താവിനെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ രീതി ഇതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൂജയും അങ്ങനെയുള്ള കാര്യവും അത് കൃത്യനിഷ്ഠമായിട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നൊരാളാണ് എൻ്റെ ഭർത്താവെന്ന് എനിക്ക് പിന്നീട് അത് മനസ്സിലായി വന്നു തുടങ്ങി. അപ്പം നമ്മളും ആ കൂട്ടത്തിൽ തന്നെ അതിനെ ഒരുമിച്ച് നമ്മൾ പോകണമല്ലോ. അപ്പം പുള്ളിയുടെ ആ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ എനിക്ക് ആ കാര്യത്തിലൊക്കെ, ഭഗവാന്റെ കാര്യമായാലും ഏത് ദൈവത്തിൻ്റെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിൻ്റെതായ നിഷ്ഠയിൽ പോകണം എന്ന് തുടങ്ങിയപ്പോൾ നമ്മളും ആ പാതയിലോട്ട് തന്നെ ഇനിയിപ്പോൾ ഒരു വർഷം പുറപ്പെടാശാന്തിയാണ്. പ്രേക്ഷകരുടെ ചോദ്യത്തെ എങ്ങനെ വിലയിരുത്തുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു വർഷം അദ്ദേഹത്തെ കാണാൻ പോലും സാധിക്കുകയില്ല. ആ ഒരു വർഷക്കാലം കുടുംബത്തിലെ കാര്യങ്ങൾ, മോനിവിടെ അല്ല പഠിക്കുന്നതെന്ന് പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും? ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും? തീർച്ചയായിട്ടും. അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ട് നമുക്ക്. അയ്യപ്പൻ്റെ ആയാലും ആറ്റുകാല് 2 വർഷം മേശാന്തി ആയിട്ടിരുന്നു. ആ സമയത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വളരെ ഇതാണ്. ആറ്റുകാലം ഇറങ്ങിയ ശേഷമാണ് ഒന്നും കൂടി നമുക്കതിൻ്റെ ഒരു അയ്യപ്പൻ്റെ അടുത്ത് പോകണം. സ്ത്രീകളുടെ ശബരിമലയിൽ ഇറങ്ങിയപ്പം നമ്മൾ ലോകം മൊത്തം ആദരിക്കുന്ന അയ്യപ്പൻ്റെ അടുത്ത് പോകണം എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോയത്. അങ്ങനെ ഒരു ദേവിയുടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് വളരെ ഉണ്ട്. മോൻ എന്താ ചെയ്യുന്നത്? മോനിപ്പോൾ ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ +1 വിദ്യാർത്ഥിയാണ്. അവിടെ വേദം, തന്ത്രം ഇതെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിത്തവും അതുമായിട്ട് മുമ്പോട്ട് പോകും. അച്ഛൻ്റെ പാതയിൽ തന്നെ മകൻ വന്നാലും വളരെ താല്പര്യമുണ്ട്. മോള് ഗായത്രി എന്താ പഠിക്കുന്നത്? മോളിപ്പം ഡിഗ്രി കഴിഞ്ഞ് LLBക്ക് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നു. മിടുക്കരായ 2 മക്കൾ, മിടുക്കിയായ ഒരമ്മ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു പ്രയാണത്തിൽ ഏറ്റവും നല്ല ശക്തമായൊരു സപ്പോർട്ടായിട്ട് അമ്പിളി കൂടെ ഉണ്ട്. അമ്പിളിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ആറ്റുകാലമ്മയുടെ ഒരു അനുഗ്രഹം വളരെ നമുക്ക് പോസിറ്റീവായിട്ടുണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ, ചേട്ടൻ ആറ്റുകാലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 പേര്, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിൽ. അപ്പം എല്ലാവർക്കും അങ്ങനെ 2 വർഷം, 1 വർഷമേ അവിടെ നൽകാറുള്ളൂ. പിറ്റേ വർഷവും ആ നറുക്കിലൂടെ തന്നെയാണ് ചേട്ടന് അവിടെ കിട്ടിയത്. അപ്പോൾ ഈ 2 വർഷവും ഞാൻ തന്നെയാണ് ഇവിടെ മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഒരു അസുഖം വയ്യാതെ വന്ന് അങ്ങനെ തീരെ അങ്ങ് വയ്യാണ്ടായിരുന്നു. 2 മക്കളുണ്ട്.
നമുക്ക് തീരെ വയ്യാണ്ടായി. രണ്ടുപേരും സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് വയ്യാണ്ടായി. ഞങ്ങളുടെ അടുത്തുള്ള ആളാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവർ കൂടെ ആളില്ലെങ്കിൽ നമ്മൾ ഇപ്പം അങ്ങനെ ആണല്ലോ നിയമം. അപ്പം നമ്മുടെ കൂടെ ആളില്ലെങ്കിൽ അവർ നോക്കത്തില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ തീരെ വയ്യാണ്ട ഒരാളാണ്, അപ്പം ആളില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവനങ്ങ് വിഷമിച്ചു. നമ്മുടെ കൂടെ ആളില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പം എനിക്ക് തീരെ അങ്ങൊരു ബോധം പോകുന്ന ഒരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല പ്രായമായ ഒരമ്മ വന്നു. ആ അമ്മ വന്ന് അതുവരെ എൻ്റെ അടുത്ത് ഞാൻ കാഷ്വാലിറ്റി കിടക്കുകയാണ്. അപ്പം ഒരു പ്രായമായ അമ്മ വന്നിട്ട് പറഞ്ഞു, മോക്ക് കൂട്ടിന് ഞാൻ നിൽക്കാം പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു, അല്ല ഇതിൻ്റെ കൂടെ വന്നയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ ഞാൻ കൂടെ വന്നയാണോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ അമ്മ എൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ സ്മാർട്ടായി ഇതായി. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരം പിന്നെ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അപ്പുറത്ത് വരെ വന്നതാ, മോള് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന കണ്ടുകൊണ്ട് ഇവിടെ വന്ന് നിന്നതാ എന്ന് പറഞ്ഞു. പോകാൻ നേരം എന്നോട് യാത്രയും പറഞ്ഞു ഞാൻ. പക്ഷെ എനിക്ക് തിരിച്ച് വന്നിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അപ്പുറത്തെ ബെഡിലെങ്ങും ആരും ഇല്ല. പിന്നെ ഒരാടെ കൂടെ വന്നയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പുറത്ത് പിന്നെ കണ്ടതുമില്ല. ബൈ പറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് അത് ഒരു ജീവിതത്തിലെ അനുഭവമായി മാറുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയുള്ള അനുഭവമായി മാറുന്നത്. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അദ്ദേഹം ആ രീതിയിൽ ക്ഷേത്രങ്ങളിൽ കടമകൾ നിർവഹിക്കുന്ന സമയത്ത് ആ കുടുംബത്തിന് താങ്ങും തണലുമായി ആ ക്ഷേത്രത്തിലെ മൂർത്തികൾ തന്നെ അവരുടെ ജീവിതത്തിൽ എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തായാലും അടുത്ത ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും താങ്ങായി തണലായി അയ്യപ്പൻ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് അരുൺ തിരുമേനിയുടെ മകൾ ഗായത്രി പഠിക്കുകയാണ്. ഗായത്രി ലോ പഠിക്കുകയാണെന്ന് അമ്മ നേരത്തെ പറഞ്ഞു. വക്കീലാവാനാണ് പ്ലാൻ അല്ലേ? അതെ. എന്താണ് ആ ഫീൽഡിൽ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം? എന്താ? ജഡ്ജി ആവണമെന്നാണ് ആഗ്രഹം. പറഞ്ഞോ. അച്ഛൻ പൂജാ ഫീൽഡിൽ തന്നെ ഭയങ്കര ആത്മാർത്ഥരായിട്ടുള്ള ഒരാളാണ്. എത്ര ലേറ്റ് ആയാലും അവിടുത്തെ ഇതെല്ലാം കഴിയാതെ ആള് വരാറില്ല. അത് കഴിഞ്ഞേ ഉള്ളൂ. ഫുഡായാലും വെള്ളം വരെ കുടിക്കുന്നതായാലും അങ്ങനെ ഉള്ളൂ. അപ്പം പിന്നെ ഭയങ്കര അവരുടെ അച്ഛൻ്റെ തന്നെ ഫീൽഡ് ഭയങ്കര ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ അച്ഛനിപ്പോൾ അയ്യപ്പൻ്റെ അവിടെ കിട്ടിയാലും ഈ ഒരു പൂജയൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും അയ്യപ്പൻ അവിടെ വിളിച്ചത്. അപ്പം അതിനോട് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് എല്ലാ ദേവികളുടെയും ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കും. അച്ഛനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും അത് തന്നെയാണ്, എന്തിലും ഏതിലും മനസ്സർപ്പിച്ച് ചെയ്യാനുള്ള ഒരു ഇത്. അതെ 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 അതെ. മോള് അച്ഛനെ ഫോളോ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഏത് ഗുണമാണ് മോളിൽ വരണമെന്ന് മോൾ ആഗ്രഹിക്കുന്നത്? അതങ്ങനെ ഈ ഡെഡിക്കേഷൻ തന്നെയാണ്. ആളെത്ര ലേറ്റ് ആയാലും ആ പൂജ കഴിയാതെ ആള് വരാറില്ല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അച്ഛനിത് ഈ മേൽശാന്തിയായി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് മോക്ക് എന്താന്ന് തോന്നിയത്? പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടപ്പോൾ സത്യമാണോ എന്ന് ഒരു വിശ്വസിക്കാൻ ഭയങ്കര പാടായിപ്പോയി. ഇതുവരെയും ഒരു ഡ്രീം പോലാണ് തോന്നുന്നത്. അതെ അല്ലേ? എന്തായാലും കുടുംബത്തിൻ്റെ ഒരു സ്വപ്നം, ഗായത്രി പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഒരു സ്വപ്നം, ആ സ്വപ്നം തന്നെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആ സ്വപ്നം നിറവേറിയ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. നമുക്കും ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാം.